മോർണിംഗ്. നമ്മളെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഫിസിക്കൽ വേൾഡ് എന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്നാൽ ഭയങ്കര സിമ്പിളും ചെറിയൊരു ചാപ്റ്ററും കൂടിയാണ്. ഇതിൽ നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഫിസിക്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബേസിക് ആയിട്ട് ഏറ്റവും ഫണ്ടമെൻ്റലായിട്ട് അറിയേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുന്നത്. പിന്നെ ഈ ചാപ്റ്ററിൻ്റെ പ്രത്യേകത ഇതിൽ നിന്ന് എന്നും ചോദിക്കുന്ന രണ്ട് ക്വസ്റ്റ്യൻസേ ഉള്ളൂ. അതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എന്നും ചോദിക്കും, അത്രേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് പണ്ടൊന്നും ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാറില്ലായിരുന്നു. ഇപ്പോൾ കുറച്ച് കാര്യങ്ങളായിട്ട് 2-3 വർഷങ്ങളായിട്ട് ഇതിന് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതും അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്റർ തന്നെയാണ്. ഇതിൽ എന്താ പറയുന്നത് വെച്ചാൽ ഫിസിക്സിലെ എന്ന് പറയുന്ന ഈ ഫിസിക്കൽ വേൾഡ് എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ ആദ്യം തന്നെ നമ്മൾ സയൻസ് ആണല്ലോ പഠിക്കുന്നത്. എന്താ ഈ സയൻസ് എന്ന് പറഞ്ഞാൽ? അതാണ് ഇതിൽ ആദ്യമേ പറയുന്നത്. സയൻസ് എന്താണെന്നറിയോ നിങ്ങൾ? സയൻസ് ഈസ് എ സിസ്റ്റമാറ്റിക് അറ്റംപ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് നാച്ചുറൽ ഫിനോമിന ഇൻ ആസ് മച്ച് ഡീറ്റെയിൽ ആൻഡ് ഡെപ്ത് ആസ് പോസിബിൾ ആൻഡ് യൂസ് ദ നോളജ് സോ ഗെയിനഡ് ടു പ്രെഡിക്റ്റ്, മോഡിഫൈ ആൻഡ് കൺട്രോൾ ഫിനോമിന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. സയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു കാര്യത്തിനെക്കുറിച്ച് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കാം. അറ്റംപ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് നാച്ചുറൽ ഫിനോമിന ആൻഡ് സച്ച് മച്ച് ഡീറ്റെയിൽസ് ആൻഡ് ഡെപ്ത് ആസ് പോസിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ സയൻസ് എന്താണെന്നുള്ളതിന് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം മഴ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കുകയാണ്, മഴ എന്തുകൊണ്ട് ഉണ്ടായി, മഴ ഉണ്ടാവാനുള്ള കാരണം എന്താ, അതിൻ്റെ അവിടെ നടക്കുന്നത്, അതായത് ഇപ്പോൾ ഒരു നാച്ചുറൽ ഫിനോമിന നമ്മൾ എന്ത് ചെയ്തു, മഴ എന്ന് പറയുന്നത് നാച്ചുറൽ ഫിനോമിനയാണ്. നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. അറ്റംപ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് നാച്ചുറൽ ഫിനോമിന ആസ് മച്ച് ഡീറ്റെയിൽസ്. ആ മഴ ഉണ്ടായതെങ്ങനെ, എന്തുകൊണ്ട് അവിടെ മേഘങ്ങൾ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അതിൻ്റെ ആഴത്തിൽ, നമുക്ക് കഴിയാവുന്ന അത്ര ആഴത്തിൽ നമ്മൾ പഠിക്കുന്നതിനെയാണ്, പഠിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിനെയാണ് നമ്മൾ സയൻസ് എന്ന് പറയാം. മറക്കണ്ട, സയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നാച്ചുറൽ ഫിനോമിന, പ്രകൃതിയിലുള്ള ഏതെങ്കിലും നാച്ചുറൽ ഫിനോമിനാസ്. ആ നാച്ചുറൽ ഫിനോമിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടും ആഴത്തിലും മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സയൻസ് എന്ന് വിളിക്കുക. ആൻഡ് യൂസ് ദ നോളജ് സോ ഗെയിനഡ് ടു പ്രെഡിക്റ്റ്, മോഡിഫൈ ആൻഡ് കൺട്രോൾ ഫിനോമിന. ഇങ്ങനെ നമുക്കിങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമുക്ക് കുറച്ച് അറിവ് കിട്ടുമല്ലോ, അല്ലേ? മഴ എന്തുകൊണ്ടുണ്ടായി എന്നതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമുക്ക് കുറച്ച് അറിവുകളും കാര്യങ്ങളൊക്കെ കിട്ടും. അങ്ങനെ കിട്ടിയ നോളജ് ഉപയോഗിച്ചുകൊണ്ട്, നമുക്കൊരു നോളജ് കിട്ടിക്കഴിഞ്ഞു, ആ നോളജ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രവചിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് മഴയെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യും? മഴക്കാറ് കാണുമ്പോൾ മഴ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, കാറ്റടിക്കുമ്പോൾ ആ മേഘങ്ങൾ ഇവിടെ എത്തിയിട്ട് മഴ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, അതിനൊക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ നമ്മൾ പഠിച്ചു വെച്ചതിൽ മോഡിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, കൺട്രോൾ ദ ഫിനോമിന. നമുക്ക് ഫിനോമിനൊക്കെ എന്ത് ചെയ്യുക? എല്ലാത്തിനും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നല്ല, ചില ഫിനോമിനാസിനൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതായത് സയൻസ് പഠിച്ചത് കൊണ്ട്, അല്ലെങ്കിൽ സയൻസ് പഠിച്ചത് കൊണ്ടുണ്ടാകുന്ന 3 ഗുണങ്ങളാണ്. ഒന്ന് എന്താണ്? ടു പ്രെഡിക്റ്റ്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. രണ്ടാമത് എന്താ? മോഡിഫൈ ദ ഫിനോമിന, നമുക്ക് എന്ത് ചെയ്യാം? ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ട് അതുണ്ടായി, ഇങ്ങനെ ഉണ്ടായി. മരങ്ങൾ ഉണ്ടാകുമ്പോൾ മഴ പെയ്യും എന്നുള്ളതാണെങ്കിൽ നമുക്ക് മരങ്ങൾ വെച്ച് പിടിപ്പിച്ചുകൊണ്ട് മഴ കൂട്ടാൻ പറ്റും. അപ്പം അങ്ങനെ മോഡിഫൈ ചെയ്യാൻ പറ്റും. ആൻഡ് കൺട്രോൾ ദ ഫിനോമിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ പ്രോസസ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് സയൻസ് എന്ന് പറഞ്ഞാൽ. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സയൻസ് ഈസ് ദ സിസ്റ്റമാറ്റിക് അറ്റംപ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് നാച്ചുറൽ ഫിനോമിന ഇൻ ആസ് മച്ച് ഡീറ്റെയിൽ ആൻഡ് ഡെപ്ത് as possible and use the knowledge so gained to predict, modify and control phenomena. ആ 3 വാക്കുകൾ മറക്കരുത് കേട്ടോ. അങ്ങനെ കിട്ടിയ നോളജ് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? പ്രെഡിക്റ്റ് ചെയ്യാൻ, മോഡിഫൈ ചെയ്യാൻ, കൺട്രോൾ ദ ഫിനോമിന. ഓക്കെ. ഇനി സയൻസിൽ ഒരു ലോ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ലോസും കാര്യങ്ങളൊക്കെ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള സയൻസിലെ ഏതെങ്കിലും ലോ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ കണ്ടീഷൻ ഉണ്ട്. വെറുതെ അങ്ങോട്ട് ലോ ഉണ്ടാവില്ല. നമ്മളൊരു ലോ ഉണ്ടാക്കണമെങ്കിൽ, ഒരു തിയറി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് കണ്ടീഷൻസ് പറയുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളത് നോക്കില്ല. നമ്മൾ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ആ പ്രോസസ്സുകളിലൂടെ നടന്നു കഴിഞ്ഞാൽ നമ്മൾ സയൻസിലൊരു ലോ ആയിട്ട് അംഗീകരിക്കുള്ളൂ. സയൻസിൻ്റെ പ്രത്യേകതയാണ്.
അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഇപ്പോൾ ഐസക് ന്യൂട്ടൺ കുറേ സംഭവങ്ങൾ കണ്ടെത്തി. ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ലോസ് ഉണ്ട്. അതേപോലെ തന്നെ വേറെയും കുറേ ലോസും കാര്യങ്ങളും ന്യൂട്ടൺ കണ്ടെത്തിയ കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതേപോലെ നിങ്ങൾക്കും വേണമെങ്കിൽ എന്ത് ചെയ്യുക, കണ്ടെത്താം. അതും സയൻസ് അംഗീകരിക്കും. പക്ഷേ സയൻസ് അംഗീകരിക്കണമെങ്കിൽ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്. സയൻസ് പറയുന്ന കണ്ടീഷൻ ഇതാണ്, അല്ലെങ്കിൽ ആ മെത്തേഡ് ഈ സ്റ്റെപ്പുകളിലൂടെ തന്നെ പോകണം. ഏതൊക്കെ സ്റ്റെപ്പുകൾ? ഒന്നാമത്തെ സ്റ്റെപ്പാണ് സിസ്റ്റമാറ്റിക് ഒബ്സർവേഷൻ. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ഫിനോമിന, അപ്പോൾ നമ്മൾ മഴയാണെങ്കിൽ മഴ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവമാണ് നമ്മൾ ഇതിനെക്കുറിച്ചാണോ പഠിക്കുന്നത്, അതിനെക്കുറിച്ച് സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുക. സിസ്റ്റമാറ്റിക് ഒബ്സർവേഷൻ, അതാണ് ഒന്നാമത്തെ കാര്യം. ഒന്നാമത്തെ കാര്യം മറക്കണ്ട, സിസ്റ്റമാറ്റിക് ഒബ്സർവേഷൻ എന്നുള്ളതാണ്. രണ്ടാമത്തത് കൺട്രോൾഡ് എക്സ്പെരിമെൻറ്റ്. നമ്മളെന്ത് ചെയ്യുക, ആ സംഭവത്തിനെ ലാബിലൊക്കെ വെച്ചുകൊണ്ട് എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കുക. നമ്മളെ കൺട്രോളിലാക്കിക്കൊണ്ട് എന്ത് ചെയ്യുക, എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കുക. അതേ സംഭവം നമ്മൾ ലാബിലൊക്കെ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമ്മൾ എന്തിനെക്കുറിച്ചാണോ പഠിക്കുന്നത് അത് ലാബിലൊക്കെ ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. ഓക്കെ, കൺട്രോൾഡ് എക്സ്പെരിമെൻറ്റ് നടത്തുക. ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് റീസണിങ്. പിന്നെ ഇങ്ങനെ എക്സ്പെരിമെൻ്റ് ഒക്കെ നടത്തി കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കിട്ടുമല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആ റിസൾട്ട് എന്തുകൊണ്ട് വന്നു, എന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടായി എന്ന് നമ്മൾ അതിൻ്റെ കാരണം അന്വേഷിക്കുക. റീസണിങ്, കാരണം അന്വേഷിക്കുക, എന്തുകൊണ്ടുണ്ടായി എന്നുള്ളതൊക്കെ ഇങ്ങനെ മനസ്സിലാക്കുക. അതായത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഗ്രാവിറ്റേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളൊരു ആപ്പിൾ വീണപ്പോൾ താഴത്തേക്ക് പോയി ഗ്രാവിറ്റേഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കിയെന്നല്ലേ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്തു, ആപ്പിൾ താഴത്തേക്ക് വീഴുന്നത് എങ്ങനെയാണ് എന്നുള്ളത്, ആപ്പിൾ താഴത്തേക്ക് വീഴുന്നത് നമ്മൾ കാണാം അല്ലേ. സിസ്റ്റമാറ്റിക് ഒബ്സർവേഷൻ, അതാണ് സിസ്റ്റമാറ്റിക് ഒബ്സർവേഷൻ. നമ്മൾ ആദ്യം ചുറ്റുപാടും നിരീക്ഷിക്കുക. പിന്നെ രണ്ടാമതാണ് ഇത് കൺട്രോൾ ആക്കിക്കൊണ്ട് എക്സ്പെരിമെൻ്റ് നടത്തുക. കൺട്രോൾഡ് എക്സ്പെരിമെൻ്റ് നടത്തുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലെ സാധനങ്ങൾ ഇട്ട് നോക്കുക, അല്ലെങ്കിൽ ലാബിലും കാര്യങ്ങളൊക്കെ പോയിട്ട് സാധനങ്ങൾ ഇട്ട് നോക്കുക. അങ്ങനെ കൺട്രോൾഡ് എക്സ്പെരിമെൻ്റ് നടത്തുക. മൂന്നാമതായിട്ട് പറയുന്നു ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് റീസണിങ്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, എന്തുകൊണ്ട് അത് താഴത്തേക്ക് വന്നു എന്നുള്ളത് നമ്മൾ റീസണിങ്, അതിൻ്റെ കാരണം കണ്ടെത്തുക എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത സ്റ്റെപ്പാണ് മാത്തമെറ്റിക്കൽ മോഡലിംഗ്. ഇതിങ്ങനെ കാരണമൊക്കെ നമ്മൾ കണ്ടെത്തി. എന്നിട്ട് മാത്സ് ഉപയോഗിച്ചുകൊണ്ട്, ഫിസിക്സിൽ എപ്പോഴും മാത്സിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉണ്ട് കേട്ടോ. നമുക്ക് ഈ വർഷം നിങ്ങൾക്ക് മനസ്സിലായിക്കോളും മാത്സിന് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ മാത്തമെറ്റിക്കൽ മോഡലിംഗ് നമ്മൾ മാത്സ് ഉപയോഗിച്ചുകൊണ്ട് അത് കൺട്രോൾ ചെയ്യാം. മാത്തമെറ്റിക്കൽ മോഡലിംഗ് എന്ന് പറഞ്ഞാൽ മാത്തമെറ്റിക്കൽ മോഡലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആ തിയറീസിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഇതാണ് അടുത്ത സ്റ്റെപ്പ്. ഇപ്പോൾ നമുക്കറിയാം നമ്മൾ ഒരുപാട് എന്താ പറയുക ലോസും കാര്യങ്ങളൊക്കെ കാണുന്നതാണ്. ഈ ലോസൊക്കെ രണ്ട് മോഡലിൽ നമുക്ക് ഒന്ന് തിയറിറ്റിക്കലി പ്രൂവ് ചെയ്യാറുണ്ട്, അതേപോലെ കാൽക്കുലേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് തന്നെയുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ മാത്സിലെ കുറേ ഇക്വേഷൻസൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇൻ്റഗ്രേഷൻ, ഡിഫറൻഷിയേഷൻ എന്നൊക്കെ പറഞ്ഞാൽ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് തിയറീസ് പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ മാത്തമെറ്റിക്കൽ മോഡലിംഗ് ചെയ്യാം. ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പാണ് പ്രഡിക്ഷൻ ആൻഡ് വെരിഫിക്കേഷൻ ഓർ ഫാൾസിഫിക്കേഷൻ. എന്നിട്ട് ഈ മാത്തമെറ്റിക്കൽ മോഡലിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറേയൊക്കെ ഇതിനെക്കുറിച്ച് നല്ലൊരു ഡീപ്പായിട്ടുള്ള നോളജ് കിട്ടിയിട്ടുണ്ടാവുമല്ലോ ഈ സ്റ്റെപ്പൊക്കെ കഴിയുമ്പോൾ. അത് ഉപയോഗിച്ച് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യും. ഇത് ഇങ്ങനെയാകാം, ഇതുകൊണ്ടായിരിക്കാം, ഭൂമിൻ്റെ ഉള്ളിലേക്ക് എല്ലാ വസ്തുക്കളെയും അട്രാക്റ്റ് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം ഈ സാധനം താഴത്തേക്ക് വരാനുള്ള കാരണം എന്നൊക്കെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യും. അതാണ് പ്രഡിക്ഷൻ. പിന്നെ അടുത്ത സ്റ്റെപ്പാണ് ശരിക്കും ഒരു സ്റ്റെപ്പാക്കി എഴുതിയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല, ഒരു സ്റ്റെപ്പായിട്ട് പറഞ്ഞാലും മതി. വെരിഫിക്കേഷൻ ഓർ ഫാൾസിഫിക്കേഷൻ. നമ്മളിങ്ങനെ ഉണ്ടാക്കിയത് വലിയ സംവാദത്തിനൊക്കെ ആൾക്കാരെ ക്ഷണിക്കും. നമ്മളിങ്ങനെ പ്രെഡിക്റ്റ് ചെയ്തല്ലോ ഇങ്ങനെയായിരിക്കാം. അപ്പം ഇത് ഒന്നിക്കലോ വേറെ സയൻറ്റിസ്റ്റുകളോ മറ്റു ആളുകളോ വന്നിട്ട് എന്ത് ചെയ്യണം, തെറ്റാണ് എന്ന് അവർ പ്രൂവ് ചെയ്യാൻ അവർക്ക് അവസരം കൊടുക്കുക. അവർക്കത് പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ നമ്മൾ പറയും നമ്മളുടെ തിയറി ശരിയാണ്, വെരിഫിക്കേഷൻ എന്നുള്ളത് പ്രോസസ്സ് അവിടെ നടക്കും. വെരിഫിക്കേഷൻ ഒരു ഫാൾസിഫിക്കേഷൻ എന്നുള്ളതാണ്. അപ്പോൾ അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് മറ്റുള്ള ആളുകൾക്ക്, നിങ്ങൾ മാത്രം പറഞ്ഞാൽ പോരല്ലോ, അല്ലെങ്കിൽ നമ്മൾ മാത്രം പറഞ്ഞാൽ പോരല്ലോ, ബാക്കിയുള്ളവർക്കും കൂടി അത് അംഗീകരിക്കണം.
അംഗീകരിക്കണം. വെറുതെ അംഗീകരിക്കൂല എന്നോ അല്ലെങ്കിൽ വെറുതെ അംഗീകരിച്ചു എന്നോ പറഞ്ഞിട്ട് കാര്യമില്ല. എന്ത് ചെയ്യണം, അവർക്കത് കുറേ പണ്ടത്തെ തിയറീസും കാര്യങ്ങളും, അപ്പോൾ ഇതുവരെ പഠിച്ച തിയറീസും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് അവർക്കത് പ്രൂവ് ചെയ്യാനോ അല്ലെങ്കിൽ തെറ്റാണെന്ന് തെളിയിക്കാനുള്ള അവസരം കൊടുക്കും. എന്നിട്ട് അങ്ങനെ അവർക്കതിനുള്ള എന്താ പറയുക, അതിന് കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഫാൾസിഫിക്കേഷൻ തെളിയിക്കാൻ, അവരത് തെറ്റാണെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ ആ തിയറി തെറ്റാണെന്നാവും. ഇനി അത് തെറ്റാണ് എന്ന് അവരെ കൊണ്ട് തെളിയിക്കാൻ സാധിച്ചില്ല എങ്കിൽ നമ്മുടെ ആ തിയറി പിന്നീട് എന്നും ഫിസിക്സിൽ അല്ലെങ്കിൽ സയൻസിൽ ഉണ്ടാകുന്ന തിയറി ആയിട്ട് മാറും. അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞത് സയൻസിനെ കുറിച്ചായിരുന്നു. സയൻസ് എന്താണ്? സയൻസ് എന്താ? ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് അറ്റംപ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് നാച്ചുറൽ ഫിനോമിന ആസ് മച്ച് ഡീറ്റെയിൽ ആൻഡ് ഡെപ്ത് ആസ് പോസിബിൾ ആൻഡ് യൂസ് ദ നോളജ് സോ ഗെയിനഡ് ടു പ്രെഡിക്റ്റ്, മോഡിഫൈ ആൻഡ് കൺട്രോൾ ഫിനോമിന. നെക്സ്റ്റ് പറഞ്ഞത് സയൻറ്റിഫിക് മെത്തേഡുകൾ, സ്റ്റെപ്സ് ഇൻ സയൻറ്റിഫിക് മെത്തേഡ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ എക്സാമിന് ചോദിക്കുന്നതാണ് ഒറ്റ ക്വസ്റ്റ്യൻ ആയിട്ട്. വട്ട് യു മീൻ ബൈ സയൻസ് ആൻഡ് വട്ട് ആർ ദ ഡിഫറെൻറ്റ് മെത്തേഡ് ടു യൂസ് ടു പ്രൂവ് എ തിയറി എന്ന് ചോദിച്ചിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, അതൊന്ന് പഠിക്കാം. നെക്സ്റ്റ് ആണ് ഫിസിക്സ്. അത് നമ്മളെ ചാപ്റ്റർ എന്താ പറയുക, ഫിസിക്സിനെ കുറിച്ചാണ് നമുക്ക് ഈ സബ്ജക്റ്റിൽ പഠിക്കാനുള്ളത്. എന്താ ഫിസിക്സ് എന്ന് പറഞ്ഞാൽ? എന്താ അവിടെ എഴുതിയിട്ടുണ്ട് അല്ലേ? ഫിസിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് ബേസിക് ലോസ് ഓഫ് നേച്ചർ ആൻഡ് ദെയർ മാനിഫെസ്റ്റേഷൻ ഇൻ ഡിഫറെൻറ്റ് നാച്ചുറൽ ഫിനോമിന. ഫിസിക്സ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ഫിനോമിനാസ്, മഴ, കാറ്റ് പോലുള്ള നാച്ചുറൽ ഫിനോമിന, എന്ത് ഫിനോമിന വേണമെങ്കിലും ആവട്ടോ, ലൈറ്റ്, അങ്ങനെയുള്ള നാച്ചുറൽ ഫിനോമിനാസിനെ കുറിച്ച് അറിയാനുള്ള ആ ക്യൂരിയോസിറ്റി, കണ്ടെത്തലുകളും അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ബേസിക് ലോസുമാണ് അതിനെക്കുറിച്ചുള്ള പഠനത്തിനെയാണ് നമ്മൾ ഫിസിക്സ് എന്ന് പറയാം. മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കണ്ടെത്തലുകൾ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അപ്പോൾ ഈ നാച്ചുറൽ ഫിനോമിനസിനെ കുറിച്ചുള്ള കണ്ടെത്തലുകളെക്കുറിച്ചും അതേപോലെ തന്നെ ബേസിക് ലോസിനെ കുറിച്ചൊക്കെ പഠിക്കുന്നതിനെയാണ് ഫിസിക്സ് എന്ന് പറയുക. അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഫിസിക്സ് എന്നാൽ എന്ത്? വട്ട് യു മീൻ ബൈ ഫിസിക്സ് എന്ന് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ആൻസർ ഇതാ ഇവിടെ തന്നെ ഉണ്ട്, അതൊന്ന് അതേപോലെ തന്നെ എഴുതി കൊടുക്കാം കേട്ടോ. നെക്സ്റ്റ് ആണ് യൂണിഫിക്കേഷൻ. യൂണിഫിക്കേഷൻ കണ്ടോ നിങ്ങൾ? എന്താ വെച്ചാൽ ഫിസിക്സിലെ ഒരു തിയറി അല്ലെങ്കിൽ ഒരു സംഭവം, നാച്ചുറൽ ഫിനോമിന പറയാൻ നമുക്ക് രണ്ട് രീതിയിൽ നമുക്കത് പറയാൻ പറ്റും. ഒന്ന് യൂണിഫിക്കേഷൻ എന്ന് പറഞ്ഞ മെത്തേഡ് ഉണ്ട്, റിഡക്ഷനിസം എന്ന് പറഞ്ഞ മെത്തേഡ് ഉണ്ട്. യൂണിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ സംഭവങ്ങൾ ഒറ്റ ലോനെ ബേസ് ചെയ്തുകൊണ്ട് പറയാം. നാച്ചുറൽ നടക്കുന്ന ഒരു ബന്ധമില്ലാത്ത കുറേ സംഭവങ്ങൾ. ഉദാഹരണത്തിന് നമുക്ക് പറയുകയാണെങ്കിൽ ഒരു ആപ്പിൾ താഴത്തേക്ക് വീഴുന്നു, കാരണം എന്താ? താഴത്തേക്ക് വീഴുന്നു. അല്ലെങ്കിൽ തേങ്ങ താഴത്തേക്ക് വീഴുന്നു, കാരണം എന്താ? എന്ത് സാധനം താഴേക്ക് വീഴുകയാണെങ്കിൽ അതിനുള്ള കാരണം എന്താ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് അല്ലേ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് എർത്ത് ആണ്. അതേ സ്ഥാനത്ത് ചന്ദ്രന് ഭൂമിക്ക് ചുറ്റും കറങ്ങുന്നുണ്ട്, നമുക്കറിയുന്ന അല്ലേ? മൂൺ ഈസ് റിവോൾവിങ് അറൗണ്ട് ദ എർത്ത്. അതിൻ്റെ കാരണം എന്താ? അതെങ്ങനെ ചുറ്റും കറങ്ങാനുള്ള കാരണം എന്താണെന്ന് അറിയുമ്പോൾ അതും എന്തുതന്നെയാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് തന്നെയാണ്. ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും കറങ്ങാണ്ട് അവിടെ നിൽക്കാനുള്ള കാരണം, അല്ലെങ്കിൽ ഇത് തെറിച്ചാണ്ട് എന്നോ തെറിച്ച് പോയിട്ടുണ്ടാവും ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ. ചന്ദ്രന് ഭൂമിൻ്റെ ചുറ്റും ഇങ്ങനെ കറക്റ്റായിട്ട് കറങ്ങുന്നതും അതേപോലെ തന്നെ ആപ്പിൾ വീഴും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരു ബന്ധവുമില്ല. പക്ഷേ എന്താണ്, രണ്ടും ഏത് ലോയുമായി ബന്ധപ്പെട്ടതാണ്? ഗ്രാവിറ്റേഷൻ ലോയുമായി ബന്ധപ്പെട്ടതാണ്. അല്ലെങ്കിൽ എർത്തിൻ്റെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് മൂലം ഉണ്ടാവുന്നതാണ്. അപ്പോൾ അതാണ് യൂണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ. ഒരു ബന്ധമില്ലാത്ത കുറേ കാര്യങ്ങൾ ഒന്നാക്കിയിട്ട് പറയാം, ഒരു ലോനെ ബേസ് ചെയ്തുകൊണ്ട് പറയാം. ഇൻ ഫിസിക്സ് വി അറ്റംപ്റ്റ് ടു എക്സ്പ്ലെയിൻ ഡൈവേഴ്സ് ഫിസിക്കൽ ഫിനോമിന ഇൻ ടേംസ് ഓഫ് ഫ്യൂ കൺസെപ്റ്റ് ആൻഡ് ലോസ്. ദിസ് ഈസ് കോൾഡ് യൂണിഫിക്കേഷൻ. നമ്മളിവിടെ കണ്ടു, എന്ത് ചെയ്യണു, ഈ ആപ്പിൾ വീഴുന്നതും മൂണ് റൊട്ടേറ്റ് ചെയ്യുന്നതും ഒരു ലോ ഉപയോഗിച്ചിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഇതിനെയാണ് നമുക്ക് യൂണിഫിക്കേഷൻ എന്ന് പറയാൻ പറ്റുക. അടുത്തതാണ് റിഡക്ഷനിസം. റിഡക്ഷനിസം നേരെ ഓപ്പോസിറ്റ്. ചിലപ്പോൾ എന്ത് ചെയ്യും, ഇങ്ങനെ ഒരു ലോ ഉപയോഗിച്ചുകൊണ്ടും പറയാൻ പറ്റില്ല, അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ടാവും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ തെർമോഡൈനാമിക്സ് എന്നൊക്കെ പറഞ്ഞാണ്ട് ആദ്യം ഉണ്ടായിരുന്നു, ചൂടിനെ കുറിച്ച് പഠിക്കുന്നൊരു ബ്രാഞ്ചാണ് ഈ തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ തെർമോഡൈനാമിക്സിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. എൻട്രോപ്പി, എൻതാൽപ്പി, അത് ഇത് എന്നൊക്കെ പറയുന്നത് കുറേ സംഭവങ്ങൾ പറയുന്നുണ്ട്.
ഇതെല്ലാം കൂടി ഒരു ലോനെ ബേസ് ചെയ്ത് കൊണ്ടൊന്നും ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല, എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ഒരു ലോനെ കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാത്ത വലിയ ഫിനോമിനാസ്, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫിനോമിനാസ് ഉണ്ടാകും. ആ ഫിനോമിനാസിന് നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, ഇങ്ങനെ മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കും. എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ പാർട്സുകളാക്കിയിട്ട് അതിന് ഓരോന്നിനും ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യും, ഓരോ ലോ ഉപയോഗിച്ചുകൊണ്ട്. തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ ഹീറ്റിനെ കുറിച്ചുള്ള വളരെ വലിയൊരു ബ്രാഞ്ചാണ്. അപ്പം അതിൽ എൻതാൾപ്പി എന്ന് പറഞ്ഞൊരു സാധനം, എൻട്രോപ്പി എന്ന് പറഞ്ഞൊരു സാധനം, അത് വേറെ എക്സ്പ്ലെയിൻ ചെയ്യും. ഇതെന്താ എൻതാൾപ്പി എന്താണെന്ന് വേറെ എക്സ്പ്ലെയിൻ ചെയ്യും, എൻട്രോപ്പി എന്താണെന്ന് വേറെ എക്സ്പ്ലെയിൻ ചെയ്യും, ഹീറ്റ് എന്താണെന്ന് വേറെ എക്സ്പ്ലെയിൻ ചെയ്യും, ടെമ്പറേച്ചർ എന്താണെന്ന് വേറെ എക്സ്പ്ലെയിൻ ചെയ്യും. അങ്ങനെ ഓരോരോ കഷ്ണങ്ങളാക്കിയിട്ട് ഓരോരോ പാർട്സുകളാക്കിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. അതിനെയാണ് റിഡക്ഷനിസം, ചെറുതാക്കിയിട്ട് മുറിക്കുക എന്നുള്ള അർത്ഥമാണ്. എ റിലേറ്റഡ് എഫർട്ട് ഈസ് ടു ഡിറൈവ് properties of bigger, more complex system from the properties and interactions of its constituent similar parts. This approach is called reductionism. Reductionism എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ ചെറിയൊരു തിയറീനെ ബേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ചെറിയൊരു സംഭവത്തിനെ ബേസ് ചെയ്തുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. അതിനെയാണ് റിഡക്ഷനിസം എന്ന് നമ്മൾ പറയാം. ഓക്കെ, അപ്പോൾ ഫിസിക്സിലെ രണ്ട് വാക്കുകളും കൂടി ഇപ്പോൾ നിങ്ങൾ പരിചയപ്പെട്ടു. ഒന്ന് യൂണിഫിക്കേഷൻ, ഒരുപാട് ഫിനോമിനാനെ ഒരു ലോ ഉപയോഗിച്ചുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. റിഡക്ഷനിസം എന്ന് പറഞ്ഞാൽ ഒരു സംഭവത്തിനെ, ഒരു ഫിനോമിനെ എന്ത് ചെയ്യുക, ഒരുപാട് ലോസ് ഉപയോഗിച്ചുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അതിനെയാണ് റിഡക്ഷനിസം എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി ഫിസിക്സ് എന്താണെന്നുള്ളതും കഴിഞ്ഞു. ഇപ്പോൾ ഇതും ഇവിടുന്ന് ചോദിക്കുന്നതാണ് കേട്ടോ. ഇവിടുന്ന് പ്രധാനമായിട്ടും ചോദിക്കുന്ന രണ്ട് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ നമ്മൾ പറഞ്ഞതാണ്. വാട്ട് ഈസ് സയൻസ്, വാട്ട് ആർ ദ മെത്തേഡ് യൂസ്ഡ് ഇൻ സയൻസ്, പിന്നെ വാട്ട് ഈസ് ഫിസിക്സ്, അതും ചോദിക്കുന്നതാണ്. യൂണിഫിക്കേഷൻ റിഡക്ഷൻസും അങ്ങനെ ചോദിക്കാറില്ല, എന്നാലും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇനി നമുക്ക് പറയാനുള്ളത്, നമ്മുടെ ഈ പ്രകൃതിയിൽ, ഈ ഭൂമിയിൽ എന്നല്ല, ഈ യൂണിവേഴ്സിൽ ഫണ്ടമെൻ്റലായിട്ട് ബേസിക്കായിട്ട് 4 ഫോഴ്സുകളുണ്ട്. ഈ 4 ഫോഴ്സുകളാണ് ശരിക്കും എന്ത് ചെയ്യുന്നത്, വേറെ ഏത് ഫോഴ്സ് എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് അറിയാവുന്ന കുറേ ഫോഴ്സ്, ഫ്രിക്ഷണൽ ഫോഴ്സ്, പിന്നെ എന്താ പറയുക, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, നിങ്ങൾ ഇതുവരെ പഠിച്ച ഒരുപാട് ഫോഴ്സുകളുണ്ടാവും. ഈ ഫോഴ്സ് ഒക്കെ ഇതിൽ 4 ഏതെങ്കിലും ഒരു നിൻ്റെ കൂട്ടത്തിൽപ്പെട്ടതായിരിക്കും. ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് തന്നെ ആയിരിക്കും ആ ഫോഴ്സും വരിക. അങ്ങനെയുള്ള ആ 4 ഫണ്ടമെൻ്റൽ ഫോഴ്സുകൾ ഏതൊക്കെയാണെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഒന്ന് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, രണ്ടാമത്തത് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്, മൂന്നാമത്തത് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, നാലാമത്തത് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആൻഡ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. ആദ്യം ഇത് ഓരോന്നും എന്താ എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്ന് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. എന്താ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ചില ആൾക്കാർക്ക് ഓർമ്മ ഇങ്ങനെ ആയിരിക്കും, ഭൂമി അട്രാക്റ്റ് ചെയ്യുന്നു, അതിനെയാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അതും ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ്. ഭൂമി മാത്രമൊന്നുമല്ല, യൂണിവേഴ്സിലുള്ള എല്ലാ ഒബ്ജക്റ്റുകളും അങ്ങോട്ടും ഇങ്ങോട്ടും അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയാം. അപ്പോൾ ഗ്രാവിറ്റി ഇവിടെ ബോക്സ് കൊടുത്തിട്ടുണ്ട്, ഇത് നോക്കാം കേട്ടോ. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ട് ബിറ്റ്വീൻ ഒബ്ജക്റ്റ് വിത്ത് മാസ് ഉള്ള എല്ലാ ഒബ്ജക്റ്റിൻ്റെ ഇടയിലും ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്. ഇതിനെയാണ് നമ്മളെന്ത് വിളിക്കുക, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് വിളിക്കുക. ഓക്കെ, നെക്സ്റ്റ് ആണ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. വീക്ക് ന്യൂക്ലിയർ ഫോഴ്സും ഉണ്ട്, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ഉണ്ട്. വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ന്യൂക്ലിയർ ഫോഴ്സ് പറഞ്ഞാൽ എന്താ, ന്യൂക്ലിയസിൻ്റെ ഉള്ളിലുള്ള ഫോഴ്സ് എന്നുള്ള മീനിങ് ആണ് കേട്ടോ. വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ ഗവേൺസ് പാർട്ടിക്കിൾ ഡീകെ. ഈ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സിൻ്റെയും സ്ട്രോങ് ന്യൂക്ലിയറിൻ്റെ ഫോഴ്സിൻ്റെയും പ്രത്യേകത, ഇത് രണ്ടും എന്താണ്, ന്യൂക്ലിയസിൻ്റെ ഉള്ളിലുള്ളതാണ്. അത് മാത്രമല്ല, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ഉണ്ടായത് കൊണ്ടാണ് ആ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ഉണ്ടായത് കൊണ്ടാണ് അത് ചെയ്യുന്നത്, ന്യൂക്ലിയസ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നത്.
ഓക്കെ, കോക്സ് ആൻഡ് ഗ്ലൗൺസ് തമ്മിലുള്ള ഫോഴ്സ് എന്നൊക്കെ പറയുന്നുണ്ടാകും. അത്രയും നമ്മൾ മനസ്സിലാക്കണമെന്നില്ല, ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. ന്യൂക്ലിയസിൻ്റെ ഉള്ളിലുള്ളതാണ് ഇത് രണ്ടും. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇത് രണ്ടും ഷോർട്ട് റേഞ്ച് ഫോഴ്സ് ആണ്. എന്ന് പറഞ്ഞാൽ ചെറിയ ഏരിയയിൽ മാത്രമേ ഇത് രണ്ടും എക്സ്പീരിയൻസ് ചെയ്യുള്ളൂ. പക്ഷേ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഒക്കെ നിങ്ങൾ നാലാമത്തെ കോളത്തിൽ റേഞ്ച് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇൻഫിനിറ്റിയാണ്. വളരെ ദൂരമുള്ള വസ്തുക്കളെ വരെ അട്രാക്റ്റ് ചെയ്യാൻ ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ കൊണ്ട് സാധിക്കും. ഓക്കെ, ഇനി ഇലക്ട്രോ മാഗ്നറ്റിസം അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ആക്ട് ബിറ്റ്വീൻ ഇലക്ട്രിക്കലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചാർജുകൾക്കിടയിൽ പോസിറ്റീവ് ചാർജും അതേപോലെ തന്നെ നമ്മുടെ നെഗറ്റീവ് ചാർജും ഉണ്ട്. ആ രണ്ട് ചാർജുകൾക്കിടയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ് ഇലക്ട്രോ മാഗ്നറ്റിസം അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ശക്തി ഏറ്റവും കൂടുതലുള്ളത് ആർക്കാണ് എന്നുള്ളത് കൂടി നോക്കാം. ഇതിൽ ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ളത് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സാണ്. രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സാണ്. മൂന്നാം സ്ഥാനത്ത്, ശക്തിയുടെ കാര്യത്തിൽ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സാണ്. ഏറ്റവും വീക്കായിട്ടുള്ള, ഏറ്റവും ശക്തി കുറഞ്ഞ ഫോഴ്സാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അത് മറക്കണ്ട, അത് എക്സാമിന് പ്രത്യേകം ചോദിക്കലുണ്ട്. വിച്ച് ഫോഴ്സ് ഈസ് മോർ വീക്കസ്റ്റ്? ഏറ്റവും ശക്തി കുറഞ്ഞ ഫോഴ്സ് ഏതാണ് ഏറ്റവും ശക്തി കുറഞ്ഞത്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ്. അറക്കൂലാലോ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ് വീക്കസ്റ്റ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. ഏറ്റവും ശക്തി കൂടിയതാരാ? സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സാണ്. ന്യൂക്ലിയസ്, നമുക്കറിയാം ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ നല്ല ചെറിയ സാധനമാണ്, പക്ഷെ നല്ല ശക്തിയുള്ള സാധനമാണ്. അത് ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല, പൊട്ടിക്കാൻ സാധിക്കില്ല. അങ്ങനെയുള്ളതാണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ശക്തി കൂടിയ സാധനമാണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഏറ്റവും ശക്തി കുറഞ്ഞ സാധനമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒന്നാമത്തെ ഫിസിക്കൽ വേൾഡ് എന്ന് പറയുന്ന വളരെ ചെറിയ ചാപ്റ്ററാണ്. അതുകൊണ്ടാണ് ഒരു ദിവസം കൊണ്ട് തീർത്തത് കേട്ടോ. ഈ ചാപ്റ്ററിൽ നമുക്ക് പറയാനുള്ളത് ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടാവും, ഉണ്ടാവണം. അങ്ങനെ ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ പേഴ്സണലായിട്ട് ചോദിക്കാവുന്നതാണ് കേട്ടോ. പേഴ്സണലായിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഒപ്പം ഈ നോട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ബുക്കിൽ അതേപോലെ എഴുതി കൊടുക്കുക. നോട്ട് PDF ഞാൻ അയച്ചിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് എന്ത് ചെയ്യുക, നോട്ട് ബുക്കിൽ എഴുതി കൊടുക്കുക കേട്ടോ. നോട്ട് ബുക്കിൽ എഴുതണം, നിർബന്ധമാണ്. ഫിസിക്സിൻ്റെ ഒരു നോട്ട് ബുക്ക് വേണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ഇതോടുകൂടി അവസാനിച്ചു. ഫസ്റ്റ് ചാപ്റ്റർ അങ്ങനെ ഒരു ദിവസം കൊണ്ട് അവസാനിപ്പിക്കാനുള്ള കാരണം ഇത് ഇത്രയും ചെറിയ ചാപ്റ്ററാണ്. ഇത് വെറുതെ നമ്മൾ വലിച്ചു നീട്ടിക്കൊണ്ട് പോകേണ്ട ആവശ്യമില്ല. ഇതിന് ആകെ 2 ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് ഈസ് സയൻസ്, വാട്ട് ആർ ദ മെത്തേഡ് യൂസ്ഡ് ടു പ്രൂവ് സയൻറ്റിഫിക് തിയറി, അതേപോലെ തന്നെ വാട്ട് ഈസ് ഫിസിക്സ്. ഇത് രണ്ടുമാണ്. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, വാട്ട് ആർ ദ ഫണ്ടമെൻ്റൽ ഫോഴ്സസ് ഇൻ നേച്ചർ, വിച്ച് വൺ ഈസ് ദ വീക്കസ്റ്റ് ഫോഴ്സ്, വിച്ച് വൺ ഈസ് ദ സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ്. ഇത്രയും ക്വസ്റ്റ്യൻസ് ഇവിടുന്ന് ചോദിക്കുള്ളൂ. അത് ഒന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കാം കേട്ടോ. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.